അപ്പോൾ ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇന്ന് ക്ലാസ്സില്ല കേട്ടോ. ഇവിടെ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ ക്ലാസ്സില്ല. മഴക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ മഴക്കാറ് വന്നും പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പം നമ്മുടെ അമ്മറും പാത്തും 2-3 ദിവസത്തേക്ക് ഹാപ്പിയാണ് കേട്ടോ. മദ്രസയും ഇല്ല, സ്കൂളും ഇല്ല. ഇന്നും നാളെയും സ്കൂളില്ലല്ലോ. ഞങ്ങളുടെ മുഹറം 9ഉം 10ഉം ആയതുകൊണ്ടിട്ട് ചൊവ്വയും ബുധനും മദ്രസയില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ഇന്ന് ഓൾറെഡി സ്കൂൾ കളക്ടർ മുടക്കാക്കിയത് കൊണ്ടിട്ട് ഇന്ന് മദ്രസയില്ല. അപ്പോൾ മുഹറം 9ഉം 10ഉം ആയതുകൊണ്ട് അപ്പോൾ തിങ്കളും ചൊവ്വയും ബുധനും അവർക്ക് മദ്രസയില്ല കേട്ടോ. പക്ഷേ അതിനവർക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഇന്ന് തന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് പഠിച്ചിട്ട് അവർ 2 പേരും കൂടി കളിക്കണേന് കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പം വെയിലൊന്ന് കണ്ടപ്പോൾ കുറച്ച് അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഉണക്കാനിട്ടതാണ് കേട്ടോ. വെയിൽ വരും പോകായിട്ട് നിൽക്കണേണ്. അപ്പം നമ്മുടെ പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് അമറും പാത്തും ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ ഉച്ചക്ക്. അപ്പോൾ എല്ലാ ദിവസവും ഇക്കാക്കി പിള്ളേരും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഇന്ന് അവരും കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ വെച്ചിട്ടില്ല, ചോറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളിലൊക്കെയാണ്. പിന്നെ എന്താണ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇടണമല്ലോ, നമ്മൾ വീഡിയോ ഇടാതിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്നോട് 2-3 പേര് ആവശ്യപ്പെട്ടതുപോലെ തമ്പ് ലൈന് ഉണ്ടാക്കാൻ പഠിച്ചുകൂടെ, അത്ര ഈസി ആണല്ലോ, യൂട്യൂബിൽ നോക്കി പഠിച്ചുകൂടെ എന്നൊക്കെ 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇട്ട വീഡിയോസിലൊന്നിലും തമ്പ് ലൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരങ്ങനെ 2-3 പേര് എന്നോട് കമൻറ്റ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ എനിക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ അൽഹംദുലില്ലാ ഞാനത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസിൽ തമ്പ് ലൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിട്ട തമ്പ് ലൈൻ എങ്ങനെയുണ്ടെന്ന്, ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ അതിൽ വല്ലതൊക്കെ മാറ്റാനോ ഇതാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നോട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എങ്ങനെ ചെയ്താൽ കൂടുതൽ റീച്ചാവും, വീഡിയോസ് എങ്ങനെ പോകും, ഏത് രീതിയിൽ തമ്പ് ലൈൻ ഇട്ടാൽ പോകുന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെന്നോട് തമ്പ് ലൈൻ ഇട്ടൂടെ, എന്നാൽ വീഡിയോസ് കാണാനൊരു ഇത്തിരിയും കൂടി ഭംഗിയുണ്ടാവും, വീഡിയോസ് പോകും, റീച്ചാവും എന്നൊക്കെ, ഡെയിലി വീഡിയോസ് ഇടൂ എന്നൊക്കെ ഓരോ കമൻറ്റിലൂടെയാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല യൂട്യൂബിനെ കുറിച്ച്. നിങ്ങളെ കമൻറ്റിലൂടെയാണ് ഞാൻ ഓരോന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ തമ്പ് ലൈൻ പഠിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ടിട്ട് പണി ഉണ്ടാവുമെന്ന് അറിയില്ല. വെള്ളമൊന്നും പോകാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കണം. കാരണം നമ്മൾക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുന്നേ നല്ല വൈകിട്ട് നല്ല തോന്നുന്നു വെള്ളിയാഴ്ച നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പോഴും അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ കരയിൽ നമുക്ക് ഇത്രയും കാറ്റാണെങ്കിൽ കടലിൽ എന്തുമാത്രം കാറ്റായിരിക്കും എന്ന് വെച്ചാൽ വള്ളക്കാർ അവർക്കും നമുക്കും വേണ്ടിയിട്ടാണ് അവർ കടലിൽ പോണത്. പക്ഷെ നമ്മൾ കരയിൽ നിൽക്കണവർക്ക് ഈ കാറ്റുകൊണ്ട് ഇത്ര പേടിയാണെങ്കിൽ കടലിൽ പോണവരെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം അതുകൊണ്ടിട്ട് 2-3 ദിവസം പണി ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം അന്തരീക്ഷം ഇങ്ങനെയല്ലേ നിൽക്കണത്. നമുക്ക് ഇത്രയും മരങ്ങളും ചുറ്റും, ഞങ്ങൾ താമസിക്കണ്ടില്ലേ വീടിൻ്റെ ചുറ്റും മരങ്ങളും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര മരങ്ങളുള്ളതുകൊണ്ട് കാറ്റ് നമുക്ക് നമ്മുടെ വീടിനാണെങ്കിലും നമുക്കാണെങ്കിലും അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയുന്നില്ല. കാരണം മരങ്ങളുള്ളതുകൊണ്ടിട്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. അതേ സ്ഥാനത്ത് മരങ്ങളൊന്നും ഇല്ലാത്ത കാറ്റ് പെട്ടെന്ന് അവരുടെ വീടുകൾക്കൊക്കെ യേശുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ തടസ്സങ്ങളൊന്നുമില്ലല്ലോ, വീട് മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ആ വീടിന് എന്തെങ്കിലുമൊക്കെ വീട് ഇതാവാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ മരങ്ങളുള്ളതാണെങ്കിൽ ആ കാറ്റ് മരങ്ങൾ തട്ടി അത്ര നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഓരോ ജില്ലകളിൽ നല്ല മഴയും കാര്യങ്ങളാണെന്നൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അവരുടെ വീടുകളിൽ സേഫായിട്ടിരിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുക. ഇപ്പം മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ഡെങ്കിപ്പനി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. ചൂടുവെള്ളം കൊടുക്കാൻ നോക്കുക. കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലൊക്കെ നേരിയ ചൂട് കൊടുക്കാനേ വെള്ളം കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീട്ടുമുറ്റത്തൊക്കെ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടക്കൂലേ,
ഇതുണ്ട് ഇങ്ങനെയൊക്കെ ഇച്ചിരിച്ച് വെള്ളമൊക്കെ കെട്ടി കിടക്കൂല, ആ വെള്ളത്തിൽ നമ്മുടെ അണുക്കളുണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ കിടക്കുന്ന വെള്ളമാണെങ്കിലും ചെറിയ ചെറിയ പാത്രങ്ങളിലോ ചിരട്ടയിലൊക്കെ കിടക്കുന്ന വെള്ളമാണെങ്കിലും നിങ്ങളത് മറിച്ചിട്ട് ഒഴിവാക്കാട്ടോ. കാരണം അതിലൂടെയൊക്കെ നന്നായിട്ട് ഡെങ്കിപ്പനി വരുന്നുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനിയുടെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലും കൈയൊക്കെ നല്ല വേദനയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴിങ്ങനെ ഓക്കാനിക്കാൻ വരും, എന്ന് വെച്ചാൽ വൊമിറ്റ് ചെയ്യാൻ വരും നമുക്ക്. അതുപോലെ തന്നെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് എത്ര തണുപ്പാണ്, ഇപ്പം നമുക്ക് തണുപ്പാണല്ലോ, ചൂടെന്ന് പറയാൻ നമുക്ക് അങ്ങനെ വെയിലില്ലല്ലോ. ഇപ്പം ഈ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് വെട്ടി വിയർക്കും. അപ്പം ഇതൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ ഓരോ സിംറ്റംസ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എല്ലാവരും ചൂടുവെള്ളം കുടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് പരമാവധി ഒഴിവാക്കി എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അതൊന്നും താങ്ങാൻ പറ്റില്ല, നമ്മളാകെ ഔഷധമായി പോവും. അതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം മരണമാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ മഴക്കാലത്ത് എല്ലാവരും സൂക്ഷിക്കുക, സേഫായിട്ടിരിക്കുക വീടുകളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണേന്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ ഞങ്ങളോട് പറയുക. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ പറയും പോലെ തമ്പലയും റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിച്ചത്. കാരണം വെച്ചാൽ എനിക്കത്ര അറിവുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച്. അപ്പോൾ 2-3 പ്രാവശ്യം ആ കമൻറ്റ് വന്നപ്പോഴാണ് എനിക്കത് പഠിക്കണമെന്നുള്ള ഇൻട്രസ്റ്റ് തോന്നി ഞാനത് പഠിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയുക. അൽഹംദുലില്ലാ എല്ലാം ഞാൻ മാക്സിമം ഞാൻ റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.